BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഗസയിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യമെന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ സഫ്രിയ പാലസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു. സായുധ സേനയുടെ പരമോന്നത കമാൻഡറായ അദ്ദേഹം മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും ലബനാന്റെ പരമാധികാരം സംരക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. GCCയിലും അന്താരാഷ്ട്ര തലത്തിലും സുരക്ഷാ, സ്ഥിരത, സമാധാനം എന്നിവ കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന എല്ലാ ശ്രമങ്ങൾക്കും രാജ്യം പിന്തുണ നൽകും. ബഹ്റൈനിലെ ജനങ്ങളുടെ ഐക്യദാർഢ്യത്തിൽ ഹമദ് രാജാവ് അഭിമാനം പ്രകടിപ്പിച്ചു. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ PCWF ബഹ്റൈൻ കലാവേദി സംഘടിപ്പിച്ച ഓണോത്സവം 2024 പൊതുപരിപാടി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് PCWF ഒരുക്കുന്ന സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിലൂടെ സ്ത്രീകളുടെ മൂല്യം ഉയർത്തുന്നുവെന്ന് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും കൂടിയായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു. 2025 ജനുവരി 4-5 തീയതികളിൽ PCWF പൊന്നാനിയിൽ നടത്താനിരിക്കുന്ന സ്ത്രീധന വിമുക്ത താലൂക്ക് എന്ന ലക്ഷ്യത്തിൽ സ്ത്രീധനരഹിത വിവാഹ സംഗമം മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പ്രവാസി സമൂഹവും യുവതലമുറയും സ്ത്രീധനം എന്ന വിപത്തിനെതിരെ ചിന്തിക്കണമെന്നും സിനിമാ താരം പ്രകാശ് വടകര പറഞ്ഞു. PCWF പ്രസിഡന്റ് മുഹമ്മദ് മാറഞ്ചേരി അധ്യക്ഷത വഹിച്ച പൊതുപരിപാടിയിൽ പ്രോഗ്രാം ചെയർമാൻ ഷിഹാബ് വെടിയങ്കോട് സ്വാഗതം പറഞ്ഞു. പ്രശസ്ത സിനിമാ താരം ജയ മേനോൻ മുഖ്യ അതിഥിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒന്നാണ് ഓണാഘോഷം പോലുള്ള പരിപാടികളെന്നും ജയ മേനോൻ പറഞ്ഞു. PCWF ജനകീയ വിഷയങ്ങളിലും കലാകായിക രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകൻ സയ്യിദ് ഹനീഫ, റസാഖ് ബാബു വല്ലപ്പുഴ എന്നിവർ ആശംസകൾ നേർന്നു. സലാഖ് ബഹ്റൈൻ ബീച്ച് വേ റിസോർട്ടിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ ഒരുക്കിയിരുന്നു. ഓൺലൈനിൽ നടത്തിയ ഓണപ്പാട്ട്, നാടൻപാട്ട്, മലയാളി മങ്ക, ക്യൂട്ട് ബേബി, മലയാളി കപ്പിൾസ് എന്നീ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മുഖ്യ രക്ഷാധികാരി ബാലൻ കണ്ടനകം, ജനറൽ സെക്രട്ടറി ഷഫീഖ് പാലപ്പെട്ടി, കലാവേദി കൺവീനർ നസീർ പൊന്നാനി, പ്രോഗ്രാം വൈസ് ചെയർമാൻ ഫിറോസ് വിളയങ്കോട്, വനിതാ വിംഗ് രക്ഷാധികാരി സമീറ സിദ്ദീഖ് എന്നിവർ നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ സദാനന്ദൻ കണ്ണത്ത് നന്ദി പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ കലോത്സവമായ തരംഗിന ഇസ ടൗൺ ക്യാമ്പസിൽ സമാപിച്ചു. സിനിമാറ്റിക് ഡാൻസും വെസ്റ്റേൺ ഡാൻസും ഉൾപ്പെടെ വിവിധ സ്റ്റേജ് ഇനങ്ങളിൽ മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. 120 ഇനങ്ങളിലായി 4000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവം ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സ്കൂൾ യുവജനോത്സവങ്ങളിലൊന്നാണ്. ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആര്യഭട്ട, വിക്രം സാരാഭായ്, ജെസി ബോസ്, CV രാമൻ എന്നിങ്ങനെ 4 ഹൗസുകളിലാണ് കലാകിരീടത്തിനായി മത്സരിക്കുന്നത്. ഓവറോൾ ചാമ്പ്യന്മാരെ പിന്നീട് നടക്കുന്ന ഫിനാലെയിൽ പ്രഖ്യാപിക്കും. കൂടാതെ ഫിനാലെയിൽ കലാരത്ന, കലാശ്രീ പുരസ്കാരങ്ങളും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുകളും വിതരണം ചെയ്യും. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ കലോത്സവത്തിൽ സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികളെയും തരംഗ് 2024 സുഗമമായി നടത്താനുള്ള ആസൂത്രണ മികവ് പ്രകടമാക്കിയ അധ്യാപകരെയും അഭിനന്ദിച്ചു. ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കോട്ടയം പ്രവാസി ഫോറത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷവും ഓണസദ്യയും നല്ലോണം 2024 എന്ന പേരിൽ സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച സഗ്യ KCA ഹാളിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് സിജു പുന്നവേലിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി സിബി ചമ്പന്നൂർ സ്വാഗതം ആശംസിച്ചു. മുൻ KPF പ്രസിഡന്റും ICC വർക്കിംഗ് പ്രസിഡന്റുമായ ബോബി പാറയിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പ്രവാസി ഫോറത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അംഗങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് സിജു പുന്നവേലി നന്ദി അറിയിച്ചു. സുജി മാത്യു ആശംസാ പ്രസംഗം നടത്തി. ബഹ്റൈനിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ പങ്കെടുത്തു. കോട്ടയം പ്രവാസി ഫോറത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകി വരുന്ന സജീവ് ചാക്കോ, ബിജു ഗോപിനാഥ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഓണാഘോഷ കമ്മിറ്റി കൺവീനർ അനീഷ് ഗൗരി നന്ദി പറഞ്ഞു. KPF കുടുംബത്തിലെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ദ ന്യൂ ഇന്ത്യൻ സ്കൂൾ WLL മോഡൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് സെപ്റ്റംബർ 27-28 തീയതികളിൽ സംഘടിപ്പിച്ചു. 11 കൗൺസിലുകളിൽ നിന്നുള്ള 200-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളുടെ നയതന്ത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ലോക പ്രശ്നങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമുള്ള അവസരം ഈ ദ്വിദിന സമ്മേളനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. സമ്മേളനം ചെയർമാൻ ഡോക്ടർ ജാൻ MT തോട്ടുമാലിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗം മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹ്റൈൻ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ സീനിയർ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ പരസ്പര ബഹുമാനത്തിന്റെ അന്തരീക്ഷം പരിപോഷിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ K ഗോപിനാഥ മേനോൻ ലോക സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സമ്മേളനത്തിന്റെ പങ്ക് വ്യക്തമാക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. സംവിധായകൻ ജോബി K അഗസ്റ്റിൻ അതിഥിയായി പങ്കെടുത്തു. സമാപന ചടങ്ങിൽ മുഖ്യ അതിഥിയായി രവി സിംഗ്, ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു.
കേരള ഗാലക്സി ഗ്രൂപ്പിന്റെ സഹായത്താൽ അസുഖബാധിതയായി ബഹ്റൈനിൽ കുടുങ്ങിയ വടകര ഇരിങ്ങൽ പാലാട്ട് നട തങ്കമ്മയെ നാട്ടിലെത്തിച്ചു. അസുഖബാധിതയായ തങ്കമ്മയെ സഹായത്തിനായി കേരള ഗാലക്സി ഗ്രൂപ്പിനെ സമീപിക്കുകയും ഗാലക്സി ഗ്രൂപ്പ് മെമ്പർമാരുടെ വിശദമായ അന്വേഷണത്തിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ തങ്കമ്മയെ നാട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. BMC ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ഗാലക്സി ചെയർമാൻ വിജയൻ കരിമല, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2024 ചെയർമാൻ EV രാജീവൻ എന്നിവർ ചേർന്ന് തങ്കമ്മയ്ക്കുള്ള ടിക്കറ്റ് കൈമാറി. ഗഫൂർ മയ്യന്നൂർ, വിനോദ് അരൂർ, വീണ വി പിള്ള, മോളി എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ കേരള ഗാലക്സി മെമ്പർമാർക്ക് വേണ്ടി ചെയർമാൻ നന്ദി രേഖപ്പെടുത്തി. IYCC ബഹ്റൈൻ മൊഹറക് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷവും ഏരിയ കൺവെൻഷനും സംഘടിപ്പിക്കുന്നു. മൊഹറക് റിയാൻ ഫാർമസിക്ക് സമീപം പ്രത്യേകം സജ്ജീകരിച്ച ഹാളിൽ വെച്ച് 2024 ഒക്ടോബർ 4 വൈകിട്ട് 4 മണിക്കാണ് പരിപാടി നടക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സാമൂഹിക നന്മയ്ക്ക് സമർപ്പിത യുവത്വം എന്ന സംഘടന ആപ്തവാക്യം മുറുകെ പിടിച്ചുള്ള IYCC സംഘടനയുടെ മുഹറക് ഏരിയ കൺവെൻഷൻ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ നടത്താൻ സാധിക്കുന്നതിൽ വളരെ അഭിമാനമുണ്ടെന്ന് ഏരിയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഏരിയ കമ്മിറ്റി നടത്തിയ ഓൺലൈൻ പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും പരിപാടിയിൽ വെച്ച് നൽകുന്നതാണ്. IYCC ബഹ്റൈൻ ദേശീയ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ബഹ്റൈനിലെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നായകർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നതാണ്. പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും കൂടുതൽ വിവരങ്ങൾക്ക് 3995-335-33249181 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. IYCC ബഹ്റൈൻ മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത്, സെക്രട്ടറി നൂർ മുഹമ്മദ്, ട്രഷറർ ഷഫിയോൺ കബീർ എന്നിവർ അറിയിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുലർച്ചെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്ഘട്ടിലെത്തി ആദരമർപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതവും ആദർശങ്ങളും എക്കാലവും രാജ്യത്തെ ജനങ്ങൾ വലിയ പ്രചോദനമായിരിക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്ര പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചവരിൽ ഒരു മലയാളി. കൊല്ലം കുണ്ട്ര സ്വദേശി പൈലറ്റ് ഗിരീഷ് പിള്ളയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തായി ഭവതൻ മേഖലയിലാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാവിലെ 6:30യോടെയാണ് അപകടം നടന്നതെന്നാണ് ലഭ്യമായ വിവരം. അപകടം നടക്കുമ്പോൾ പൈലറ്റർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്സ്ഫോർഡ് ഗോൾഫ് ക്ലബിന്റെ ഹെലിപാഡിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ പറന്നുയർന്നത്. ഭവതനിലെ ബറുക്ക് മേഖലയിലെ കുന്നിൻ മുകളിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ്. പ്രദേശത്ത് നിലനിന്നിരുന്ന കനത്ത മൂടൽമഞ്ഞ് പൈലറ്റിന്റെ കാഴ്ച മറച്ചിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ പേരിൽ മുതലെടുപ്പിന് ശ്രമിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളി ലോറി ഉടമ മനാഫ്. അർജുന്റെ പേരിൽ താൻ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്നും മനാഫ് പ്രതികരിച്ചു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തനിക്ക് അറിയാവുന്നവരിലേക്ക് വിവരം കൈമാറാൻ മാത്രമാണ്. ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേര് നൽകുമെന്നും എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതൊന്നും ഇല്ലാതാകില്ലെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്ന് മനാഫ് കള്ളപ്രചാരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിച്ചിരുന്നു. കുടുംബത്തിന്റെ വൈകാരിക ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്നും മറ്റുമാണ് ഒരു വ്യക്തി പ്രചരിപ്പിക്കുന്നത്. കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് വാസ്തവ വിരുദ്ധമാണ്. ഇതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മനാഫ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. അർജുന്റെയും കുടുംബത്തിന്റെയും പേര് പറഞ്ഞുള്ള പ്രചാരണം നിർത്തണം, ഇല്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും കുടുംബം ആരോപിച്ചു. സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത്, പൊതുസമൂഹത്തിന് മുന്നിൽ കുടുംബത്തെ അപമാനിക്കരുതെന്നും കുടുംബം ആവശ്യപ്പെട്ടു. സൈബർ തട്ടിപ്പിലൂടെ കോഴിക്കോട് 4 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളെ രാജസ്ഥാനിലെ ബന്ദിസാധയിൽ വെച്ച് കോഴിക്കോട് സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. വാട്സാപ്പിലും ഫോൺ വഴിയും ബന്ധപ്പെട്ട സഹായാഭ്യർത്ഥന നടത്തിയാണ് പ്രതികൾ പണം തട്ടിയത്. മുഖ്യപ്രതി സുനിൽ ധങ്കി, കൂട്ടുപ്രതി ശീതൽ കുമാർ മേത്ത എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരി മുതൽ ആഗസ്റ്റ് വരെ പലപ്പോഴായാണ് പണം തട്ടിയത്. തനിക്ക് കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും ഭാര്യയും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബം കടക്കണിയിലാണെന്നും പറഞ്ഞാണ് പ്രതികൾ സഹായം അഭ്യർത്ഥിച്ചത്. ഇക്കാര്യം തെളിയിക്കാനായി വ്യാജ ഫോട്ടോകളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടെ പരാതിക്കാരന്റെ സഹതാപവും സഹാനുഭൂതിയും ചൂഷണം ചെയ്തുകൊണ്ടാണ് പ്രതികൾ പണം തട്ടിയത്. വാങ്ങിയെടുത്ത പണം തിരികെ നൽകാനായി പരാതിക്കാരൻ ആവശ്യപ്പെട്ടപ്പോൾ കുടുംബ സ്വത്ത് വിറ്റ് തിരികെ നൽകാമെന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ സ്വത്ത് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമുദായിക കലാപമുണ്ടായെന്ന് പറഞ്ഞാണ് പിന്നീട് ഫോൺ കോൾ വന്നത്. ആത്മഹത്യയും കൊലപാതകവും ഉൾപ്പെടെ നടന്നുവെന്നും പരാതിക്കാരൻ ഉൾപ്പെടെ കേസിൽ പ്രതിയാകുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേന ബന്ധപ്പെടുന്നയാൾ പറഞ്ഞു. കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതികൾ കോടികൾ തട്ടിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.